നമ്മുടെ ഹലാലായ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള മുജറബായ ഒരു അമല് പറഞ്ഞു തരട്ടെ. ഈ അമല് മുജറബാണെന്ന് പറഞ്ഞാൽ ഇത് പരീക്ഷിച്ച് ഫലം കിട്ടിയ അമൽ എന്നാണ് ഇതിനർത്ഥം. ഒരുപാട് മഹത്തുക്കൾ, സൂഫിയാക്കൾ, ആരിഫീങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഇത് ചെയ്തപ്പോൾ അത് പൂർത്തീകരിച്ച് കിട്ടി എന്നതാണ്, പരീക്ഷിച്ച് ഫലം കിട്ടി എന്നുള്ളതാണ് മുജറബ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. പരീക്ഷിച്ച് ഫലം ലഭിച്ച പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ് പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ ഹലാലാണോ, തീർച്ചയായും ഈ അമൽ ചെയ്ത് അള്ളാഹു നമുക്കത് ആപ്റ്റായ സമയത്ത് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടുമെന്ന് ഉറപ്പുള്ള അത്രമേൽ പവിത്രതയേറിയ ഒരു അമലാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരുപാട് ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. നമ്മുടെ മനസ്സകങ്ങളിൽ ഇതുവരെ നടക്കില്ലെന്ന് കരുതി എത്രയോ കാര്യങ്ങളുണ്ട്. അതൊക്കെ നടന്നു കിട്ടണം എന്ന നല്ല നീയത്തോടുകൂടെ ഞാൻ ഈ പറയുന്ന രൂപത്തിൽ തന്നെ ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു തവണ ചെയ്യാം, ഒരു 2 തവണ ചെയ്യാം, ഒരു 3 തവണയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഹൈറാണെങ്കിൽ നമുക്കത് കിട്ടിയത് തന്നെ, പിന്നെ അതിന് വേറെ ഒന്നും നോക്കേണ്ട. അതിലേക്കുള്ള വഴികളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഹലാലായ ആവശ്യം എന്നുള്ളതൊന്ന് എഴുതി അറിയിക്കുക. ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ചെയ്യ്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അത് ഫലം കാണും എന്നുള്ളത് ഉറപ്പാണ്. ഇതിങ്ങനെ പറയുന്ന ഈ രീതിയിൽ ഇതേപോലെ തന്നെ ചെയ്യുക. ഇതിലൊരു ദുആ നമുക്ക് ചെയ്യാനുണ്ട്, മഹത്തുക്കൾ പഠിപ്പിച്ചെന്ന ദുആ. ആ ദുആ അതേപോലെ തന്നെ ചെയ്യുക. അതിൻ്റെയൊക്കെ അർത്ഥം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ ഇതെൻ്റെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാനുള്ളത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും കൂടെ കഴിയും. അത്രമേൽ പവിത്രതയേറിയ ഒരു ദുആ ആണ്, ഒരു അമലാണ്. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ അവിടെ എല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നേരെ വിഷയത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഏത് ആവശ്യങ്ങളും നിറവേറാനുള്ള അമൽ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ആ ദുആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഞാനത് ചെയ്യേണ്ട രൂപം എങ്ങനെയെന്ന് കറക്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ ഇതേപോലെ കേട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ആദ്യമായിട്ട് കാമിലായ വുളു എടുക്കുക. ഇത് വല്ലാണ്ടൊന്നും പറയുന്നില്ലല്ലോ. കാമിലായ വുളു എടുക്കുക. നിങ്ങൾ സാധാരണ വുളു എടുക്കുന്ന പോലെയല്ല. ഒന്ന് സാവധാനത്തിൽ എല്ലാ സുന്നത്തുകളും പാലിച്ച് ഇതെൻ്റെ ഇന്നാലിന്ന ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ളതാണ്. ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങളൊന്നും എഴുതി അറിയിക്കാൻ പറഞ്ഞിരുന്നു. ഹലാലായ ആവശ്യത്തിന് വേണ്ടിയായിരിക്കണം. ഇപ്പോൾ ഒരു ഉംറ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, ഒരു വീടുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, മകൻക്ക് ജോലിയാവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, വിവാഹം ശരിയാകണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, രോഗം മാറണമെന്ന് കരുതുന്നവരുണ്ട്. നമ്മളെ വഴി അടഞ്ഞു കിടക്കുന്ന എന്ത് പ്രതിസന്ധികളാവട്ടെ അതിൽ നിന്ന് രക്ഷ കിട്ടാൻ, ആ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ, ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറേ കൊടുത്തിട്ട് കിട്ടാത്തവർ, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രതിസന്ധി ഉണ്ടല്ലോ, അതൊരു കാര്യം തട്ടിപ്പോവാനുള്ളതാവട്ടെ, ഒരു കാര്യം നമുക്ക് കിട്ടാനുള്ളതാവട്ടെ, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കടമുള്ളത് വീടാനുള്ളതാവട്ടെ, എന്ത് തന്നെ ആയാലും നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ നീയത്തിനെ കൊണ്ടുവരിക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആ നീയത്ത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹലാലായ ആവശ്യം നിങ്ങൾ എഴുതി അറിയിക്കണം. എനിക്കറിയാം, മുമ്പ് ഞാൻ ഇതേപോലെ പറഞ്ഞപ്പോൾ ഒരാൾ ഉംറ ചെയ്യാനുള്ള ഒരു ആഗ്രഹം എഴുതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് പിന്നീട് അവർ ഉംറ ചെയ്തു എന്നുള്ളത് നമ്മൾ അറിയിക്കുകയുണ്ടായി. അള്ളാഹു അവർക്ക് അതിന് വലിയ തൗഫീഖ് കൊടുത്തു. അവരെ അമൽ ചെയ്തതിൻ്റെ ശേഷം അത് ശരിക്കും നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ എല്ലാ തടസ്സങ്ങളും പ്രതിസന്ധികളും അവിടെ നിന്നിട്ട് അള്ളാഹ് നമുക്ക് തുറന്നു തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒരു ഉംറയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത് കൊണ്ടുവന്നു. നമ്മൾ കാമിലായ വുളു എടുത്തു. എല്ലാം 3 പ്രാവശ്യമാണ് ചെയ്യുക അല്ലേ. സുന്നത്തുകളൊക്കെ ചെയ്തു, ബ്രഷ് ചെയ്തു, ഇങ്ങനെ കാമിലായ വുളു എടുത്തു. നല്ല ശുദ്ധിയുള്ള വൃത്തിയുള്ള ഒരു റൂമിലേക്ക് എത്തി. ആ റൂമിലേക്ക് എത്തിയിട്ട് അവിടെയും വൃത്തിയുണ്ട് കേട്ടോ. അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലം വൃത്തിയുള്ളവരെ, ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുള്ളതാണ്. അപ്പോൾ വൃത്തിയുള്ള സ്ഥലത്തെത്തി ഖിബിലയുടെ നേർക്ക് ഒരു മുസല്ല വിരിച്ച് വലിച്ചിട്ടു. എന്നിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഖളാഉൽ ഹാജത്തിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കുക. എങ്ങനെ വെച്ചാൽ ഞാൻ ഇന്നാലിന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ അമൽ ചെയ്യുന്നത്.
എൻ്റെ ഈ ആവശ്യം പൂർത്തീകരിക്കണം. അതാണല്ലോ നമ്മുടെ ആവശ്യം. ആ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ, ഖൈറാണെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നിസ്കരിക്കണം. ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കണം അല്ലേ? അങ്ങനെ ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹലാലായ ആവശ്യത്തിന് വേണ്ടിയായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഹലാലായ ആവശ്യത്തിന് വേണ്ടിയല്ല, വേറെന്തെങ്കിലും തരികിട പരിപാടികൾക്ക് വേണ്ടിയിട്ട്, ഒരാൾ നശിക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കണം കേട്ടോ. അതേപോലെ തന്നെ വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടി, ഓൻക്ക് അങ്ങനെ കിട്ടിയോണ്ടുള്ള അസൂയുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിസ്കാരം കൊണ്ടുള്ള അമലാണ്. അതോടുകൂടെ നമ്മുടെ കഥ കഴിയുണ്ടോ, അതോടുകൂടെ തീരുമാനമാവും. അതാണ് തുടക്കത്തിലേ പറഞ്ഞ ഹലാലായ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ 2 റക്അത്ത് ചുരുങ്ങിയത് നിസ്കരിക്കുക. ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരം. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം. ഇതാണ് നിസ്കാരത്തിൻ്റെ രീതി. വളരെ ആത്മാർത്ഥമായിട്ട് വജ്ജഹത്ത് ഓതിയിട്ട്, വജ്ജഹത്തിനൊക്കെ ഭയങ്കര പവറാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം ചിന്തിച്ച് നോക്കിയാൽ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി, ഞാൻ വിശദീകരിക്കുന്നില്ല. ഓതി ഫാത്തിഹ അക്ഷരത്തെറ്റ് കൂടാതെ ഓതി, സൂറത്തുൽ കാഫിറൂൻ ഓതി, രണ്ടാമത്തെ റക്അത്തും ചെയ്ത് വളരെ ആത്മാർത്ഥമായിട്ട് സലാം വീട്ടി, നമ്മുടെ മനസ്സിലും ചിന്തയിലും വേറെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ വേറെ ചിന്തകളോ ഒന്നുമില്ല, അള്ളാ എന്ന ചിന്തയിൽ മാത്രമാണ് നമ്മളുള്ളത്. അള്ളാൻ്റെ മുമ്പിലാണ് എന്നുള്ള തീരുമാനത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഈ ആവശ്യം പൂർത്തീകരിക്കണം എന്ന അചഞ്ചലമായ നെയ്യത്താണ് നമ്മുടെ മുമ്പിലുള്ളത്. ഖിബിലക്ക് മുന്നിട്ട് തന്നെ നമ്മൾ ഇരിക്കുന്നു. സലാം വീട്ടിയതിന് ശേഷം അതിനുശേഷം ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ദുആ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം. എന്താണ് ഈ ദുആ എന്നറിയോ? നോക്കൂ, ഞാനൊന്ന് ചൊല്ലിത്തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം. ഞാൻ ഒന്നും കൂടി സ്ക്രീനിൽ വലുതാക്കത്. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഓക്കെ, ഇപ്പോൾ കുറച്ചും കൂടി സൈസ് കൂട്ടിയിട്ടുണ്ട്. ഒന്ന് നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അളീം. എളുപ്പമാണ് ചൊല്ലാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മൂജിബാതി റഹ്മതിക വഅസായിമ മഗ്ഫിറതിക വൽ ഗനീമത മിൻ കുല്ലി ബിർർ വസ്സലാമത മിൻ കുല്ലി ഇസ്മ. അല്ലാഹുമ്മ ലാ തദഅലി ദംബൻ ഇല്ലാ ഗഫർത വലാ ഹമ്മൻ ഇല്ലാ ഫറജ്ത വലാ ഹാജതൻ ഹിയ ലക റിളൻ ഇല്ലാ ഖളൈതഹ യാ അർഹമർ റാഹിമീൻ. ഇതാണ് ആ പവിത്രമേറിയ ദുആ. നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ദുആ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ദുആ ആണ്. നിങ്ങൾ നോക്കൂ, ഈ ദുആഇൻ്റെ ഒരു ചെറിയ, നമുക്ക് ഈ ആത്മാർത്ഥത കിട്ടണമെങ്കിൽ യഥാർത്ഥത്തിൽ നല്ലോണം കുറച്ചെങ്കിലും അതിൻ്റെ ഒരു ആശയം മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി നമുക്ക് ആത്മാർത്ഥത കിട്ടും. അതുകൊണ്ട് ഞാൻ ചെറിയ രൂപത്തിൽ പറയണം. നോക്കൂ, നിങ്ങൾ ഇതിൻ്റെ ഒരു ആശയം നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം എന്ന് പറഞ്ഞാൽ കരീമായ ഹലീമായ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസം കണ്ട് ദൃഢമാക്കുകയാണ്. നമ്മൾ അള്ളാൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അള്ളാൻ്റെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു വിശ്വാസം നമ്മൾ ദൃഢമാക്കണം. ഓക്കെ, ഞാൻ ഇതൊന്ന് ചെറുതാക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കറക്റ്റ് നല്ല ക്ലിയർ ഉള്ളൊരു ഫോട്ടോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ ഗാലറിയിലേക്ക് ഇത് വരും. അപ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാനൊക്കെ പറ്റും. ഇൻഷാ അല്ലാഹ് ഞാനിതൊന്ന് നിങ്ങൾക്ക് ഈ ആത്മാർത്ഥത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ഭാഗം ഞാനിതിൻ്റെ ഒന്ന് വിശദീകരിച്ച് തരാം. നിങ്ങൾ നോക്കൂ, ഇതിലിപ്പോൾ എന്താ പറഞ്ഞ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല. കരീമായ ഹലീമായ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല. അപ്പോൾ നമ്മൾ അള്ളാൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അല്ലാതെ ഒരു ഇലാഹു ഇല്ല എന്ന് നമുക്കറിയാം. നമ്മളൊന്നും കൂടെ അള്ളാൻ്റെ മുമ്പിൽ പറയണം. അള്ളാൻ്റെ ഒക്കെ എന്നല്ല നമുക്ക് കിട്ടാനുള്ളത്. അപ്പോൾ അള്ളാഹിനോട് പറയണം. പിന്നെ സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അളീം. അർശിൻ്റെ ഒക്കെ റബ്ബായ അളീമായ അർശിൻ്റെ റബ്ബായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. നോക്കൂ, നമ്മൾ അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷണങ്ങളും അള്ളാഹ്ക്ക് കൊടുക്കേണ്ടതൊക്കെ നമ്മളെ മുമ്പിൽ അള്ളാഹ് ഉണ്ട്, നമ്മൾ അള്ളാഹു കാണുന്നുണ്ട് എന്ന ചിന്തയിൽ പൂർണ്ണമായും മനസ്സിലാക്കി നമ്മളത് ചെയ്തു.
പറഞ്ഞു. എന്നിട്ട് നമ്മൾ അള്ളാഹിനോട് നമ്മുടെ ആവശ്യം ചോദിക്കണം. ഖളാഉൽ ഹാജത്തിന് വേണ്ടി നമ്മൾ വുളു എടുത്തു, കാമിലായ വുളു എടുത്തു, അള്ളാഹിൻ്റെ മുമ്പിൽ നിന്നു. നമ്മൾ നമ്മുടെ ഉംറ ലക്ഷ്യം കിട്ടണമെന്ന് കരുതിയിട്ട്, മോൻ്റെ ജോലി റെഡിയാവണമെന്ന് കരുതിയിട്ട്, വിവാഹം ശരിയാവണമെന്ന് കരുതിയിട്ട്, രോഗം മാറണമെന്ന് കരുതിയിട്ട്, നമ്മുടെ മനസ്സിൽ എന്ത് നീറുന്ന വിഷമങ്ങളുണ്ടോ അതൊക്കെ നടക്കണം എന്നുള്ള അതൊക്കെ തട്ടിപ്പോകാണ്ടത് അങ്ങനെ പോകണം, നടക്കണം എന്ന നിയ്യത്തോടു കൂടെ അള്ളാഹിനോട് ചോദിക്കണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മൂജിബാത്തി റഹ്മതിക. അള്ളാഹുവിൻ്റെ റഹ്മത്താണ് നമുക്ക് കിട്ടേണ്ടതൊക്കെ, റഹ്മത്തായിട്ട് അള്ളാഹ് തരുന്നതാണ്. ആ റഹ്മത്തിനെ നിർബന്ധമാക്കുന്ന, അനിവാര്യമാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് അള്ളാഹിനോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഇത് ഒരു മോൻ്റെ വിവാഹം ശരിയാകണം എന്ന് കരുതിയിട്ടാണ് ഒരാൾ ചെയ്യുന്നത്. അപ്പോൾ എന്താ, മോൻ്റെ വിവാഹത്തിലേക്ക് നല്ലൊരു ഇണയെ കിട്ടുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഒരു റഹ്മത്താണ്, ഒരു അനുഗ്രഹമാണ്. ആ റഹ്മത്തിന് നിർബന്ധമാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ബ്രോക്കർ വന്നിട്ട് നമ്മളോട് പറഞ്ഞു തരിക, അവർ ഗൾഫിലാണെങ്കിൽ നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ തന്നെ കാണുക, അതിലേക്കുള്ള സാമ്പത്തികമായ വഴികളൊക്കെ ശരിയാക്കി കൊടുക്കുക, രണ്ടാൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുക, അത് ഹലാലായൊരു ഇണയായിരിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ലഭിക്കേണ്ട. അപ്പോൾ ഉംറക്ക് പോണ ഒരാളാണെങ്കിൽ നമ്മുടെ കയ്യിൽ തീരെ പൈസ ഇല്ല. അപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യം ഉംറക്ക് പോകാന്നുള്ളതാണ്. അപ്പോൾ ഉംറക്ക് പോകുന്നതിലേക്ക് നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ, സമ്പത്തുണ്ട്, ആരോഗ്യം ഇല്ലെങ്കിൽ സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, പോകാൻ കഴിയൂല. അപ്പോൾ അതാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മൂജിബാത്തി റഹ്മതിക. അള്ളാഹുവെ, നിൻ്റെ റഹ്മത്ത്, ആ റഹ്മത്ത് എനിക്ക് നൽകപ്പെടുന്നതിനേക്ക് കാരണമാകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് ചോദിക്കുകയാണെന്ന്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉറപ്പല്ലേ. വഅസായിമ മഗ്ഫിറതിക. നമ്മളിങ്ങനെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും കിട്ടൂല, തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമുക്ക് മഗ്ഫിറത്ത് വേണം, അള്ളാഹിൻ്റെ മഗ്ഫിറത്ത് വേണം. അതേപോലെ തന്നെ നല്ല കാര്യങ്ങളിൽ വൽ ഗനീമത മിൻ കുല്ലി ബിർ, നല്ല കാര്യങ്ങളിൽ അതിൻ്റെ ഒരു റിസൾട്ട്, അതിൻ്റെ ഒരു ഫലം, അതിൻ്റെ ഒരു പരിണിത ഫലം, അതും കൂടെ നമുക്ക് അള്ളാഹിനോട് നമ്മൾ ചോദിക്കണേ. വസ്സലാമത മിൻ കുല്ലി ഇസ്മ, എല്ലാ ദോഷങ്ങളിൽ നിന്നുള്ള സലാമത്ത്. നമുക്ക് അള്ളാഹു ഇതൊക്കെ പുറത്ത് തരാൻ വേണ്ടി ചോദിച്ചിട്ട് അള്ളാഹ് ഇതൊക്കെ പുറത്ത് തന്നാൽ അൽഹംദുലില്ലാ, പുറത്ത് തന്നിട്ട് പിന്നെ ഇനി നമുക്ക് ദോഷങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രത്യേക ഹിഫ്ളും കൂടി വേണം, ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാനുള്ള, അതും അള്ളാഹിനോട് ചോദിക്കണം. ഇങ്ങനെ നമ്മൾ നമ്മുടെ അങ്ങേയറ്റത്തെ ചോദ്യം അള്ളാഹിനോട് ചോദിച്ചിട്ട് അള്ളാഹിനോട് നമ്മൾ പറയുന്നത് എന്താ, അല്ലാഹുമ്മ ലാ തദഇലി ദംബൻ ഇല്ലാ ഗഫർത. അല്ലാഹുവേ, ഒരു ദോഷവും എനിക്ക് നീ വിട്ടേച്ച് വെക്കരുതേ, ബാക്കിയാക്കരുതേ, എന്നെ ആ ദോഷം കൊണ്ട് നീ ശേഷിപ്പിക്കരുതേ, ഇല്ലാ ഗഫർത, അതെനിക്ക് പുറത്തു തന്നിട്ടല്ലാതെ. അപ്പോൾ അള്ളാഹിനോട് നമ്മൾ ദോഷിയല്ലാത്ത രൂപത്തിൽ നമ്മെ ശേഷിപ്പിക്കാൻ വേണ്ടി പറയണേ. വലാ ഹമ്മന്നില്ലാ ഫറജ്ത, മനക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ, ആ ഹമ്മ് അതിൽ നിന്നും പരിഹരിക്കപ്പെട്ടിട്ടല്ലാതെ എന്നെ നീ ഒഴിവാക്കരുതേ. അള്ളാഹിനോട് നമ്മൾ പറയണേ, ദോഷങ്ങൾ പുറത്തിട്ടല്ലാതെ ഒഴിവാക്കരുതേ. എൻ്റെ മാനസിക ദുഃഖങ്ങൾ, എൻ്റെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, അതിൽ നിന്നൊരു ഒരു തഫ്രീജില്ലാണ്ട് എന്നെ നീ ഒഴിവാക്കല്ലേ, അതിൽ നിന്നൊക്കെ എനിക്കൊരു രക്ഷ നൽകണേ എന്നാണ്. അടുത്തതാണ് നമ്മുടെ വിഷയം. വലാ ഹാജത്തൻ ഹിയ ലക റിളൻ ഇല്ലാ ഖളൈതഹ. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹിനോട് നമ്മൾ പറയണം, നമ്മളൊരു ആവശ്യത്തിനെയും ഒഴിവാക്കിയിട്ട് എന്നെ വിട്ടേക്കല്ലേ, ഒരാവശ്യത്തിനെ ഒഴിവാക്കിയിട്ട്. എന്നിട്ട് അവിടെ പറയണേ ഹിയ ലക റിളൻ, എങ്ങനെയുള്ള ആവശ്യമാണ്? ആ ആവശ്യം നിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമാണ് കേട്ടോ. നിൻ്റെ തൃപ്തിയുള്ള, നിൻ്റെ പൊരുത്തമുള്ള കാര്യമാണ് നിന്നോട് ചോദിക്കുന്നത്. ഞാനൊരു ഉംറക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്, അത് നിനക്കിഷ്ടമുള്ള കാര്യമാണ്, നിൻ്റെ തൃപ്തിയുള്ള കാര്യമാണ്, നിൻ്റെ പൊരുത്തമുള്ള കാര്യമാണ്, അതാണ് നിന്നോട് ചോദിക്കുന്നത്, അതെനിക്ക് തരണം എന്നാണ് അള്ളാഹിനോട് നമ്മൾ ഹാജത്തിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ച് പറഞ്ഞത്. ഇല്ലാ ഖളൈതഹ, അതിനെ പൂർത്തീകരിച്ച് വീട്ടിയിട്ടല്ലാതെ നീ എന്നെ ഒഴിവാക്കിയിടല്ലേ എന്ന് പറയാ. അർഹമർ റാഹിമീൻ, അർഹമുറാഹിമായ റബ്ബേ എന്ന് പറഞ്ഞ് നമ്മൾ അള്ളാഹിനോട് പറയണേ. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ദുആ ആണ്. സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ. ഈ സമയം അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്, വളരെ പവർഫുള്ളാണ്. ഇതൊരു 3 തവണ ചൊല്ലിയാൽ കഴിഞ്ഞു, എല്ലാം നമുക്ക് കിട്ടാനുള്ള വഴികൾ അള്ളാഹ് തുറന്നു തരും. കിട്ടേണ്ടതാണെങ്കിൽ 3 തവണ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഒരു കാര്യം 3 തവണ ചോദിക്കുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ എങ്ങനെ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അളീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മൂജിബാത്തി റഹ്മതിക
وعزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم اللهم لا تدع لي ذنبا إلا غفرت ولا هما إلا فرجت ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين. അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ അത് ധാരാളമാകും. മനസ്സറിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടണമെന്ന നീയത്തോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കൂ. തീർച്ചയായും അതിൻ്റെ റിസൾട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം നടന്നു കിട്ടാൻ അള്ളാഹിൻ്റെ മുമ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം എഴുതി അറിയിക്കുക. നമുക്ക് ദുആ ചെയ്യുക. അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. വിഷമിച്ച് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് അയച്ചു കൊടുക്കുക. അവരും ഇതൊക്കെ ഉപയോഗപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.